അല്ലേ അവൾ കണ്ട് കുറച്ച് നാളല്ലെങ്കിലും നല്ല പരിചയം, എൻ്റെ അടുത്ത് വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കുട്ടി അഷ്റഫ് അടിക്കാറുണ്ട് എന്ന് പറയുന്നതും ഈ 91 മുറിവുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല? കുട്ടിയെ കൂടുതലായിട്ട് അങ്ങനെ അടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നിച്ചല്ലായിരുന്നു നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ചായിരുന്നില്ല? നെല്ലിക്കുന്നല്ല സ്ഥലത്തിൻ്റെ ആ വാടക വീട്ടിൽ നിങ്ങൾ ഒന്നിച്ചല്ലായിരുന്നു താമസം? അതെ, ഈവൻ ചെറിയ നുള്ളു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചെറിയ കമ്പുണ്ടല്ലോ, ചെറിയ കണ്ണമില്ലാത്ത കമ്പിട്ടടിക്കുന്നത് കണ്ടിട്ട്. ഇവളാ സംസാരത്തിൽ തന്നെ തോന്നല്ലേ ഇവൾക്ക് എന്തെല്ലോ കള്ളത്തറാണുണ്ട്. ഇവളെ മനസ്സിൽ എന്തെല്ലോ ഉണ്ട്, പേടിയുണ്ട്. അതെല്ലാം ഇവർ ഈ ഒരു അഭിമുഖത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതാരാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഇപ്പം ഇതിനിടെ 1.5 വയസ്സുകാരനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ അഷ്കർ എന്ന് പറയുന്ന അവൻ്റെ പെങ്ങളും ഉമ്മയും അവരുമായിട്ടുള്ളൊരു അഭിമുഖമാണ്. അതുപോലെ ഇവളെത്ര കൂളായിട്ടാണ് പറയുന്നത്. നുള്ളു കൊടുക്കലുണ്ട്, ചെറിയ കമ്പ് ചുള്ളിക്കമ്പ് കൊണ്ട് അടിക്കലുണ്ട്. ആ ചുള്ളിക്കമ്പാണ് അന്ന് അവനെ തെളിവെടുപ്പിന് വേണ്ടി പോലീസുകാർ കൊണ്ടുവന്നപ്പോൾ അവൻ പരിധി പിടിച്ചെടുത്തു കൊടുത്തിന്. ചുള്ളിക്കമ്പല്ല, ഇരുമ്പ് വടിയാണ്. അപ്പോഴൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇവനെ. ചെറിയ കമ്പിട്ടടിക്കുമ്പോൾ എങ്ങനെയാണ് 91 മുറിവും? അത് ആ മുറിവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, ഇതേ കണ്ട കാര്യമല്ലേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്, കുഞ്ഞു കുട്ടിയാണ്, നീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം അവനില്ല. ഒരു 3 വയസ്സോ 4 വയസ്സോ ആകുമ്പോൾ ചിലപ്പോൾ നീ പറയുന്ന മനസ്സിലാക്കും. ഇത് കുഞ്ഞായതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല, പറഞ്ഞാൽ മനസ്സിലാകേണ്ട ബുദ്ധിയില്ല എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ധീര വനിത. അപ്പം ഇതിനു മുന്നേ അവൻ കല്യാണം കഴിച്ച ആദ്യ ഭാര്യന എന്താ, ഓൾക്ക് നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ട് നല്ലോണം ചെയ്തോ, പിന്നെ നല്ലോണം അടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്ത പെങ്ങളാ നീ. അതുവരെ നിനക്ക് നോക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ അവളുടെ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറയും, ഞാനും ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവളെല്ല കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് ഇവൾ അത് കൊടുത്തില്ല, എന്ത് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവൾ കൊടുക്കാന്ന് കൊടുത്തില്ല, അവളാ കൊടുക്കാത്തത്. അവൾ കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്ന ഒരു പക്ഷേ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ഇവൾക്ക് കളവ് പറയാനും ആ ഒരു കള്ളത്തരത്തെ എന്താ പറയുക പറഞ്ഞ് വെളുപ്പിക്കാനും നല്ല സാമർഥ്യമുണ്ട്. അതിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ ചോദിക്കുന്നത് ഇത്രയും 91 മുറിവ് ആ ശരീരത്തിലുണ്ടായിട്ട് നിങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവളിത്ര കൂളായിട്ട് പറയുന്നു അത് ചെയ്യുന്നില്ല, അത് നമ്മളാരും കണ്ടിട്ടില്ല. ഇവളെ കണ്ണേടെ അന്നേരം അപ്പോൾ തെറ്റിന് നേരെ കണ്ണടക്കലാണ്. ഇപ്പോൾ ആ തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇവരോട് ചോദ്യം ചെയ്യുമ്പം അതിനെ ഇവൾ വെളുപ്പിക്കുകയാണ് പറഞ്ഞിട്ട്. അഷ്റഫ് ഈ കുട്ടിയെ അടിച്ചതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം ഒരു കുഞ്ഞു കുട്ടിക്ക് 91 മുറിവുകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും യോജിക്കില്ല. നിങ്ങൾ കണ്ടിട്ടില്ല, ഇത്രയും വലിയ ഉപദ്രവങ്ങളൊക്കെ ചെയ്തു എന്ന് ഇവൻ പറയുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നില്ലേ? ഈ 91 തവണ ഈ കുട്ടിയെ അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അഷ്കർ. ഇല്ല, ഞാൻ ഈ വീട്ടിലാണ്. ഇടയ്ക്ക് ഞാൻ പോവും, മോളെ വീട്ടിൽ പോവും, 1-2 ദിവസം നിൽക്കും, ഞാൻ തിരിച്ച് വീട്ടിൽ ഇനി വരും. അതാണ് സാധാരണ ഉള്ളത്. അവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തും. അഖിലയും എൻ്റെ മോൻ സ്ഥിരം അവിടെ കാണില്ല. അവൻ തമിഴ്നാട്ടിൽ പരിപാടിക്കും ഒക്കെ പറഞ്ഞ് ഓട്ടം പോകും. പിന്നെ ഉള്ളത് മോൾ കടയിൽ പോകും. പിന്നീടുള്ളത് എൻ്റെ 2 ചെറുമക്കളും അഖിലയും മോനുമാണ് ഉള്ളത്. അവർ 3 പേരാണ് ഉള്ളത്. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഞാൻ പിന്നെയും തിരിച്ച് അവിടെ എൻ്റെ മോളെ വീട്ടിലെത്തണത്. വീട്ടിൽ പോയി അവിടെ ചെന്ന് തലേ ദിവസം മോൾക്ക് വന്ന മരുമോനുണ്ടായിരുന്നു. മരുമോന് ഇറച്ചിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്ന് അതെല്ലാം കറിയും വെച്ച് ഞാനും എൻ്റെ മരുമോനും കൂടെ തന്നെ വീടെല്ലാം വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടപ്പോൾ ഞാൻ അഖിലേരയിൽ പറയുകയാണ്, നീ നാളെ പെരുന്നാളാണ്, നീ എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മാമി പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പരിപാടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് പോകണമെന്നായിട്ട്. അപ്പോൾ തമിഴ്നാട്ടിലാണ് പരിപാടി, എന്നെ ചെല്ലാൻ പറഞ്ഞു. എത്ര മണിയാകുമ്പോൾ നിനക്ക് പോകണം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ നിന്നുകൊണ്ട് പറഞ്ഞു 11 മണിയാകുമ്പോൾ ട്രെയിനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ ഇറങ്ങിപ്പോയി ബാഗിലെ സാധനങ്ങൾ എല്ലാം വാരി വെച്ചപ്പോൾ ഞാൻ ഒരു തവണയല്ല പല തവണ ഇവളയിൽ പറഞ്ഞു, ഒരു പ്രാവശ്യമല്ല പല തവണ ഞാൻ ഇവളയിൽ പറഞ്ഞു. കുട്ടിക്ക് പനിയായിരുന്നു, ഒരാഴ്ച കൊണ്ട് ഈ കൊച്ചിന് പനിയായിരുന്നു. അപ്പോഴും ഞാൻ ഇവളയിൽ പറഞ്ഞായിരുന്നു, അഖിലേ നീ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് പോകരുത്, നീ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് നീ കൂടെ കൊണ്ടുപോ എന്ന് ഞാൻ ഇവളയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവളെ എൻ്റെ പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല മാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളയിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടി അശ്വരിവ ഇതേപോലെ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ലെന്ന് പറയണം മക്കളെ, നിൻ്റെ പൈസ ഉണ്ടെങ്കിൽ കൊടുന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്ത് ചെയ്തു, ഇവളെ ഭർത്താവിൻ്റെ പറഞ്ഞു 500 രൂപ ഉണ്ടെങ്കിൽ ഇക്ക കൊടുന്ന് പറഞ്ഞു. ആ 500 രൂപയും കൊടുത്ത് ഈ കൊച്ചിനെ ഇവൾ ഒരുക്കിയെടുത്ത് കൊണ്ട് മേലെ കയറി പോണത് ഞാൻ കണ്ട്.
ഞാൻ നിന്നപ്പോയിരുന്നു ഈ കൊച്ചിനെ ഒരുക്കിയെടുത്ത് കൊണ്ട് മേലെ കയറിപ്പോയത്. പോയിട്ട് തിരിച്ച് മോൻ രാത്രി വന്നപ്പോൾ ഈ അഷ്കർ, എൻ്റെ മോൻ അഷ്കർ രാത്രി ഈ ഇതൊരു ടെമ്പോ ഉണ്ട് അവന്. ടെമ്പോയ്ക്ക് വർക്കിനെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വേറൊരു കിളിച്ചെറുക്കനെയും കൊണ്ട് പാലോട് എവിടെ പോയിട്ട് രാത്രി 3 മണി കഴിഞ്ഞ് 3-4 മണിയായി. വന്നപ്പോഴാണ് ഈ കൊച്ചു കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ അവിടെ ഇല്ല. പിന്നെ ഇവൻ ഇവിടെ പോകണമെന്നും പറഞ്ഞിട്ട് പോയി, പാലോട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് പിന്നെ പോയിട്ട് പറഞ്ഞപ്പോൾ ഈ പോകുമ്പോൾ അത്രയും കൊച്ചിനെ കൊണ്ടുപോകണം. അപ്പം ഞാൻ അഖിലേരിൽ പറയാണ്, വയസ്സായ ഞാനാണ്, എനിക്ക് ആസ്മേര അസുഖം ഉള്ളതാണ്. ആസ്മേര അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ കുട്ടിയെ നോക്കാൻ പറ്റില്ല. നീ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് പോയി, പെട്ടെന്ന് വിടുന്ന പനിയൊക്കെയാണ്, ഇപ്പോഴത്തെ പനി അങ്ങനെയാണ്, എന്തെങ്കിലും സംഭവിച്ച് എനിക്ക് പറ്റൂല, എനിക്ക് ജയിലിൽ കയറാൻ വയ്യ എന്ന് ഞാൻ ഇവളെ പറഞ്ഞ് ഈ കൊച്ച് ഇവളെ ഒരുക്കി എടുത്ത് ഇവളെ കൊണ്ടുപോയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ്റെ കയ്യിൽ കൊടുത്തെന്ന് കേട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ കൊച്ചിനെ അഷ്കറിൻ്റെ കയ്യിൽ കൊടുക്കാതിരുന്നത് അടിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ്. ആർക്ക് ഈ അടിക്കുമെന്ന് അറിയാം, എങ്കിലും കൊച്ചു കമ്പൊക്കെ വെച്ച് അടിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇവൻ മാത്രമല്ല അടിക്കുന്നത്, അഖിലയും അടിക്കാറുണ്ട്. അത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇളിക്ക് താഴോട്ടാണ് അടിക്കുന്നത്. അടിക്കുകയും പിക്കുകയും നുള്ളയും ഒക്കെ ചെയ്യും. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇത് ചെറിയ കമ്പ് പിടിച്ച് അടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരു മാസത്തെ വാ പറയുന്നേട്ടാ, എൻ്റെ മകൻ മാത്രമല്ല അവളും അടിക്കാറുണ്ട്. അവളടിച്ചിനെ അവളെ സ്വന്തം കുഞ്ഞിനെ. നിൻ്റെ മകൻ അടിച്ചതാര്യാ? ഒരു ബന്ധവുമില്ലാത്ത മറ്റുള്ളവൻ്റെ ഒരു കുഞ്ഞിനെയാണ് നിൻ്റെ മകൻ അടിക്കുന്നത്. അർഹതയുണ്ട് അവന്. എന്നിട്ട് അവൾ അത് നല്ല എന്താ പറയുക, അഭിമാനത്തോടു കൂടെ പറയുന്ന കേട്ടിട്ടില്ലേ, എൻ്റെ മകൻ മാത്രമല്ല അഖിലയും അടിക്കാറുണ്ടെന്ന്. മാസത്തിനിടെ കൊച്ചിന് 91 മുറിപ്പാടുകളാണുള്ളത്. അത് ചെറിയ കമ്പ് വെച്ച് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതെനിക്കറിയില്ല മോനെ. ഞാൻ ആ പിഞ്ചു ശരീരത്തിൽ 91 മുറിവുണ്ടാകുന്നത് വരെ ഈ അമ്മക്കും ഈ മോക്കും ഒരു കണ്ണുണ്ടായിട്ടില്ല, അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ രണ്ടാളും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കെടുതി നിങ്ങൾ കാണണ്ടേ. വെറും 18 വയസ്സായ ഒരു കുട്ടീനെ ഇവളെ മോൻ കല്യാണം കഴിച്ചിട്ട് ചെയ്തത് ഇവർ രണ്ടാളും അറിഞ്ഞും കൊണ്ട് ചെയ്തത്. ഇവരിപ്പോൾ ഈ കുട്ടിയുടെ നേരെ ചെയ്ത ക്രൂരത ഇവർ അറിയില്ല എന്ന് പറഞ്ഞു, നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടാളും അറിഞ്ഞും കൊണ്ട് ചെയ്തൊരു ക്രൂരത ഞാൻ ഇതിലൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോക്ക്. നിങ്ങൾ എന്നാണ് നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. തലയെ പിടിച്ചിടിച്ചല്ലേ? എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് മക്കി. അഷ്കർ എന്ന കൊടും ക്രിമിനലിന്റെ ക്രൂരതയാണ് ഈ കേട്ടത്. ഒരു ചിത്രം കൂടി കാണണം. 2022 പാലോട് സ്വദേശിയായ ആമിനയെ അഷ്കർ വിവാഹം കഴിക്കുമ്പോൾ ആമിനയുടെ രൂപം ഇതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആമിന. ഒന്നോർക്കണം, വിവാഹം നടക്കുമ്പോൾ ആമിനയ്ക്ക് വയസ്സ് 18, ഇപ്പോൾ 23. വിവാഹം കഴിഞ്ഞതിന് അടുത്ത ദിവസം മുതൽ ക്രൂരമായ ശാരീരിക ആക്രമണം തുടങ്ങി. ആദ്യമൊക്കെ മുഖത്തടിക്കൽ, പിന്നാലെ ഇരു ചെവിയും പൊത്തി അടിക്കൽ, മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കൽ, പിന്നീട് സ്ത്രീധനം ആവശ്യപ്പെട്ട് അഷ്കറും മാതാവും സഹോദരിയും ചേർന്ന് ക്രൂരമായി ഉപദ്രവിച്ചു. മർദ്ദിച്ചവശയാക്കി ഫാനിൽ കെട്ടിത്തൂക്കാനും ശ്രമിച്ചു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയെന്ന് കേട്ടിട്ടുണ്ടാവും. അന്ന് ഈ കുട്ടീനെ ക്രൂരമായിട്ട് ഇവർ മർദ്ദിച്ചപ്പം അതിന് വേണ്ടുന്ന പരിപാടിയൊന്നും ഈ പോലീസുകാർ എടുത്തിട്ടില്ല. ഇപ്പം എന്തായി, ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൂടെ അവൻ കൊലപ്പെടുത്തി. അന്ന് അതിനൊരു പരിഹാരം എടുത്തിനെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു. എന്നിട്ട് ഇവർ ഈ അമ്മയും പെങ്ങളും തമ്മിൽ നിന്നിട്ട് മെഴുകുന്നു വാർത്താവിനിമയക്കാരുടെ മുന്നിൽ. അവർ രണ്ടാളും പറയുന്നിട്ടില്ല, 91 മുറിവ് ആ പിഞ്ച് ശരീരത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇവരാരും കണ്ടിട്ടില്ല. ഇവരെ കണ്ണേടെ അന്നേരം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇത് ഇവർ അറിഞ്ഞും കൊണ്ട് ചെയ്തതെന്ന് അത് ഏടി ഇവർ മിണ്ടുന്നില്ലല്ലോ.